നമസ്കാരം പ്രിയമുള്ളവരെ. അഭ്യസ്തവിദ്യരായ നമ്മുടെ യുവാക്കളുടെ ഒരു സ്വപ്നമാണ് അമേരിക്ക. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, ബ്രിട്ടൻ, ഇറ്റലി ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയി തങ്ങളുടെ ഭാവി കൂട്ടുവാൻ വേണ്ടി കഷ്ടപ്പെടുകയും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അവിടെ പോയി പഠിച്ച് ജോലി ചെയ്യുന്ന കുട്ടികളും അഭ്യസ്തവിദ്യരുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുപോയി ജോലി ചെയ്യുന്ന ഒരാൾ നമ്മുടെ രാജ്യത്തെ ഒരു ഭരണാധികാരിയെ കാണുന്നത് വളരെ ബഹുമാനത്തോടാണ്. നമ്മളെക്കാൾ കൂടുതൽ അയാൾ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും, അവിടുത്തെ ഭരണാധികാരിയെ കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും തോളെ തട്ടി ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നതും കൈപിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ അവർക്ക് വലിയ ആഹ്ലാദമുണ്ട്, നമുക്കും ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തോട് നമുക്ക് എന്നും എക്കാലവും ഏത് രാജ്യത്തിരുന്നാലും നല്ല കൂറും സ്നേഹമുണ്ട്. നമ്മൾ ഇന്ത്യയിൽ താമസിച്ചാലും വിദേശത്ത് താമസിച്ചാലും ഒക്കെ ഉണ്ട്. മറ്റു പ്രത്യേകത കൂടി, രണ്ട് ഇന്ത്യൻ പൗരർ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനും ഒരു അമേരിക്കൻ പൗരനും കൂടി വിവാഹിതരായി അവർക്കൊരു കുട്ടിയുണ്ടായാൽ, അല്ലെങ്കിൽ രണ്ടുപേരും ഇന്ത്യയുടെ പൗരത്വമുള്ള രണ്ടുപേരാവട്ടെ, അവരിപ്പോൾ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് അമേരിക്കയിൽ, കാനഡയിൽ, മെക്സിക്കോ എന്നീ സ്ഥലങ്ങളിൽ പോയി താമസിച്ച് അവിടെ വെച്ച് ഒരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ പൗരത്വം ആ രാജ്യത്തിൻ്റെയാണ്. അങ്ങനെയാണിത് ഇപ്പോൾ. അവിടെ ജനിക്കുന്ന സമയത്ത് ആ കുട്ടി ജനിക്കുന്ന അവിടെയാണെങ്കിൽ അവർ ഇന്ത്യൻ പൗരനാണെങ്കിലും ഏഷ്യയിലുള്ള അല്ലെങ്കിൽ വേറെ രാജ്യത്തുനിന്ന് പോയിട്ടുള്ളവരാണെങ്കിൽ പോലും ആ കുഞ്ഞിൻ്റെ പൗരത്വം ആ രാജ്യത്തിൻ്റെയാണ്. ആ കുഞ്ഞ് അവിടുത്തെ പൗരനായി മാറുന്നു. അപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഒരുപക്ഷെ അവിടുത്തെ PR പെർമനൻറ്റ് റെസിഡൻസ് കിട്ടിയിട്ടുണ്ടാകത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് ഏകദേശം 143 കോടി ജനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ ജനങ്ങളിലെ ഭൂരിഭാഗവും വനിതകളാണെന്നും ആ വനിതകളുടെ അഭിമാനം സംരക്ഷിക്കുകയാണ് എൻ്റെ ലക്ഷ്യമെന്നും വനിതകളെ അമ്മമാരെ പോലെയാണ് കാണുന്നത്, ദേവിയെ പോലെയാണ് കാണുന്നതെന്നൊക്കെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്. 40 വട്ടം നമ്മുടെ BJP നേതാക്കന്മാരും ഈ പറയുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരും കേന്ദ്രമന്ത്രിമാരും അവരിൽ വഴിഞ്ഞൊഴുകുന്നത് രാജ്യസ്നേഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ എന്താടാന്ന് ചോദിച്ചാൽ ഏതാടാന്ന് ചോദിക്കും ഇവരെന്നാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. 1984 വരെ ഇന്ത്യ ഭരിച്ച, 1966 മുതൽ ഇന്ത്യ ഭരിച്ച ഇന്ദിരാഗാന്ധി 7ാം കപ്പൽപ്പട ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ ഒരൊറ്റ പഠനം ജീവനോടെ തിരിച്ചു പോകില്ല എന്ന് ആണത്വത്തോടെ പറഞ്ഞത് നമ്മുടെ ഓർമ്മയുണ്ട്. അതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അമേരിക്കയ്ക്ക് നേരെയുള്ള ഏറ്റവും വലിയ വിരൽ ചൂണ്ടൽ ഒരു സ്ത്രീയായ വ്യക്തി, ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തതാണ്. പിന്നീട് ഇങ്ങോട്ട് വന്ന നരസിംഹറാവു ആയാലും നമ്മുടെ അതിനുശേഷം വന്നിട്ടുള്ള ഏറ്റവും അവസാനം മൻമോഹൻ സിംഗ് ആണെങ്കിൽ പോലും വളരെ ശക്തമായ ഭാഷയിൽ തങ്ങളുടെ പ്രവർത്തന രീതി കൊണ്ട് തന്നെ അമേരിക്കയെ ചൂണ്ടുവിരൽ നിർത്തിയില്ലെങ്കിലും ചൊൽപ്പടിക്ക് നിർത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളെയും അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ ഇവിടെ എണ്ണ മേടിക്കണം, നമ്മൾ ആരോടൊക്കെ കൂട്ടുകൂടണം, നമ്മുടെ നാട്ടിലെ യുദ്ധം അവസാനിപ്പിച്ച അയാളാണെന്ന് പറയും. ഇതിനൊന്നും നമുക്ക് മറുപടിയില്ല. തൊട്ടടുത്തുള്ള അയലത്തുള്ളൊരു ഗുണ്ട വന്ന് നമ്മുടെ വീട്ടിലെ ഭരണം നടത്തുന്ന അവസ്ഥയിലാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 56, 58, 60 ഇഞ്ച് വണ്ണങ്ങൾക്കൊന്നും തന്നെ വിലയില്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തുനിന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ആൾക്കാർ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഉറ്റ ചെങ്ങാതി വളരെ മനോഹരമായൊരു ചിത്രത്തരം മനോഹരമായ രീതിയിൽ പറഞ്ഞു. അതിനെ അവിടുത്തെ പ്രസിഡന്റ് അടിവരയിട്ട് ലോകത്തെ മൊത്തം അറിയിച്ചു. എന്നിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കമ്മാന്നൊരക്ഷരം മിണ്ടിയില്ല. ആകെ ചെയ്തത് അവിടുത്തെ ഇന്ത്യൻ അംബാസഡറെ വിളിച്ചു വരുത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ആ പ്രതിഷേധം അറിയിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നമ്മുടെ പ്രധാനമന്ത്രിയും അവിടുത്തെ പ്രസിഡന്റും ദോസ്താണല്ലോ, അതുകൊണ്ട് അവർ കളി ആരും കുഴപ്പമില്ല, ഇതൊക്കെ ഈ രീതിയിൽ അങ്ങ് പൊയ്ക്കോളും എന്നാണ് പറഞ്ഞത്. അത്രമാത്രമേ ഇന്ത്യയിലെ വനിതകളോട്, സ്ത്രീകളോട്, അമ്മമാരോട് രാജ്യസ്നേഹിയായി ഈ മനുഷ്യന് സ്നേഹമുള്ളൂ എന്നാണ് പറയുന്നത്. എന്താണ് പറഞ്ഞതെന്നറിയാമോ നമുക്ക്? ഇന്ത്യയിൽ നിന്ന് കുറേ പേര് ജോലി തണ്ടി ഇവിടെ വരും. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ചൈനയിൽ നിന്ന്, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് കുറേ എണ്ണം ജോലി തണ്ടി ഇവിടെ വരും. എന്നിട്ട് ആ ഇന്ത്യയിലെ പെണ്ണുങ്ങളുടെ ജോലി ഇവിടുത്തെ നിരത്തുകളിൽ പെറുകയാണെന്നാണ് പറഞ്ഞത്, പെറ്റിടുകയാണെന്ന്. ആ പെറ്റിടുന്നതോടുകൂടി അമേരിക്കൻ സംസ്കാരം നഷ്ടപ്പെടുന്നു, അമേരിക്കയുടെ സംസ്കാരവും ഭാഷയും നഷ്ടപ്പെടുന്നു. അമേരിക്കയിലെ സ്വാഭാവികമായി അമേരിക്കൻ പൗരന്മാരായ മക്കൾക്ക് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ തന്നെ ചൂഴ്ന്നെടുക്കുന്നു. ഇതിനെയൊക്കെ അടിച്ചോടിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് മൈക്കിൾ ജാവേദ് എന്ന് പറയുന്ന ഒരു റേഡിയോ ജോക്കി പറയുകയും അയാളുടെ വീഡിയോയെ അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും തൻ്റെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ റീപോസ്റ്റ് ചെയ്ത് ജനങ്ങളെ അറിയിക്കുകയും കൂടാതെ അത് 4-5 പേജോളം ടൈപ്പ് ചെയ്ത് ലോകത്തെ മൊത്തം അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റിനെ നമ്പിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പറ്റി നമുക്ക് എന്ത് പറയണം എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ കർഷകരെ വഞ്ചിച്ചുകൊണ്ട് അമേരിക്കയുമായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വിനിമയത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒപ്പിട്ടു. ഇതൊക്കെ പാർലമെൻറ്റിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. ചോദ്യം ചെയ്യുന്നവരുടെ രാഷ്ട്രീയവും മറ്റും നോക്കിയിട്ട് അവനെ
പൊതുജന മധ്യത്തിലും പാർലമെൻറ്റിലും നശിപ്പിക്കുകയും അവനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടിയാണ് നമ്മുടെ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർക്കുക. നമ്മൾ വളരെ സ്നേഹത്തോട് കൂടെ കാണുന്ന കുടുംബ ബന്ധങ്ങളുടെ ഈഴും അടുപ്പവുമാകുന്ന മക്കൾ, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ആ വർണ്ണപ്പൂക്കളെ നമ്മൾ വളരെ സ്നേഹത്തോടെയാണ് കാണുന്നത്, സ്നേഹാദരങ്ങളോടെയാണ് കാണുന്നത്. ആ കുഞ്ഞുങ്ങൾ ഇവർ ഗർഭിണിയായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭർത്താവ് ജോലി മേടിച്ചിട്ടോ ഭാര്യ ജോലി എടുത്തതിന് ശേഷം ഭാര്യയും ഭർത്താവ് അമേരിക്കയിൽ ചെല്ലുന്ന സമയം അവരവിടെ വെച്ച് പ്രഗ്നൻ്റ് ആവുന്നു, അവരവിടെ പ്രസവിക്കുന്നതോടെ ആ കുഞ്ഞ് അമേരിക്കൻ പൗരനാകുന്നു. അതാണ് അയാൾ ഉദ്ദേശിച്ചത്. എത്ര മോശമായ ഭാഷയിലാണ് ഉപയോഗിച്ചെന്നറിയോ? പെറ്റിടാൻ വരുന്നു തീരങ്ങളിൽ നിരത്തുകളിൽ എന്ന് പറഞ്ഞിട്ട് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിണ്ടിയില്ല. ആ അദ്ദേഹമാണ് 33.3% സംവരണം പാർലമെൻറ്റിൽ കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ സമ്മതിച്ചില്ല എന്നും പറഞ്ഞ് കോൺഗ്രസ്സുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്നത്. ദക്ഷിണാമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ദക്ഷിണാമേരിക്കൻ കൺട്രികൾ മൊത്തം ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രസവിച്ചാൽ ആ കുഞ്ഞ് ആ പൗരനാണ്, ആ രാജ്യത്തിൻ്റെ പൗരനാണ്, സ്വത്താണ്. അതെല്ലാ രാജ്യത്തും അങ്ങനെയാണ്. മിക്ക രാജ്യങ്ങളിലും, ലോകത്തുള്ള രാജ്യങ്ങളിൽ 50% രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണുള്ളത്. എന്നിട്ട് അതിനെതിരെ ഒരക്ഷരം മിണ്ടുവാൻ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് വരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ സമയം വരെ ആകെ അവിടുത്തെ അംബാസഡറെ വിളിച്ച് പറഞ്ഞു, നമ്മളിത് ഇവിടുത്തെ BJP-ക്കാരോടോ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോടോ CPM-കാരോടോ ഇനി BJP ഭരിക്കുന്ന മന്ത്രിമാരോടോ ചോദിച്ചാൽ അവർക്ക് ഇതിനെപ്പറ്റി മിണ്ടാനുണ്ടോ? ഇല്ല. എല്ലാവരും അമേരിക്കൻ പോലീസ് എന്നറിയപ്പെടുന്ന സ്വയം അഹങ്കാരിയായി നിൽക്കുന്ന യുദ്ധക്കൊടിയനായി ഈ യുദ്ധം നടക്കുന്ന സമയത്താണ് ഇയാളതൊക്കെ ചെയ്ത് നോക്കണം. ഇത്രയേറെ യുദ്ധം നടക്കുകയും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് അമേരിക്കയുടെ പ്രസിഡന്റായ ട്രംപ് ഇത്തരത്തിൽ നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ, മക്കളെ അപമാനിച്ചത്. നിങ്ങളുടെ എൻ്റെയും ഏതെങ്കിലുമൊക്കെ ബന്ധുക്കൾ അമേരിക്കയിൽ കാണും, അവരും അവിടെ പ്രസവിച്ചിട്ടുണ്ടാവും. അവരുൾപ്പെടെ അപമാനിച്ചിട്ട് പോലും 33.3% സംവരണം കൊടുക്കാത്തതിൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി ഒരക്ഷരം കമാന്നൊരക്ഷരം മിണ്ടിയില്ല. നാളെ അയാളെ കാണുമ്പോൾ നമ്മൾ ദോസ്താന്ന് പറഞ്ഞ് തോളെ തട്ടി ഒരു ഉമ്മയും കൊടുത്തൊരു വിളിച്ച് ചിരിയും ചിരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരും. അപ്പോഴും നമ്മൾ പറയും നമ്മുടെ പ്രധാനമന്ത്രിയും ട്രംപും ദോസ്തുക്കളാണെന്ന്. ഇത്രയേ ഉള്ളൂ നമ്മുടെ രാജ്യസ്നേഹം. ഇത്രയേ ഉള്ളൂ ഭരിക്കുന്ന നമ്മുടെ ആൾക്കാരുടെ രാജ്യസ്നേഹം. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പ്രജകളോട്, ഇവിടുത്തെ ഭരണാധികാരികളുടെ രാജ്യസ്നേഹം. സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, സഹോദരിയാണ്, മകളാണെന്നൊക്കെ വലിച്ചുവായി പറയുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തി കൂടി ആ ഭാഗത്തുനിന്നുണ്ടാകണം. ഇല്ലെങ്കിൽ ഈ ഇഞ്ചിൻ്റെ വലിപ്പം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല.